المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയഅതീകും അഖ്വാമുൻ യത്ലുബൂന അൽ ഇൽം ഫഇദാ റഅയ്തുമൂഹും ഫഖൂലൂ ലഹും മർഹബൻ മർഹബൻ ബിവസിയ്യതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖനൂഹു. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങളിലേക്ക് ദീന് കേൾക്കാൻ ഭാവിയിൽ ആളുകൾ വരും. ആ വരുന്ന ആളുകളോട് നിങ്ങൾ പറയുക, മർഹബൻ മർഹബൻ ബിവസിയ്യതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് ചെയ്ത നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുക. അപ്പോൾ ദീനിന്റെ മജ്ലിസിൽ ഇരിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തു വന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നാട്ടിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയ, ദീന് പ്രചരിപ്പിക്കാൻ നാടായി അവിടുത്തെ വാസസ്ഥലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച് ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് ദീന് പഠിക്കാനും ദീന് കേൾക്കാനുമുള്ള സദസ്സിൽ ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് അവന് ശുക്ർ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ നമുക്ക് പറഞ്ഞു തരുന്നു, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചു. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ അല്ലാഹു മഹത്വം നൽകി, പവിത്രത നൽകി. നിങ്ങൾക്കറിയാം, അല്ലാഹു മനുഷ്യരെ പടച്ചു. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അതിൽ അല്ലാഹു അംബിയാക്കൾക്ക് പ്രത്യേകം സ്ഥാനം നൽകി. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നത് പോലെ, وَلَقَدْ فَضَّلْنَا بَعْضَ النَّبِيِّينَ عَلَى بَعْضٍ وَآتَيْنَا دَاوُودَ زَبُورًا. ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകി. നമ്മൾ പറയും, ഉലുൽ അസ്മാണ് അംബിയാക്കളിൽ ഏറ്റവും മഹത്വമുള്ളവർ. ഉലുൽ അസ്മിൽ ഏറ്റവും മഹത്വമുള്ളവർ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. രണ്ടുപേരും അല്ലാഹുവിന്റെ ഖലീലാണ് എന്ന് നമ്മൾ പറയും. അത് അല്ലാഹു അവരെ അത്തരത്തിൽ തിരഞ്ഞെടുത്തതാണ്. അപ്രകാരം നാം ഈ കാണുന്ന സ്ഥലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. ഈ സ്ഥലങ്ങളിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ. എന്റെ ഈ മസ്ജിദിൽ, മസ്ജിദ് നബവിയിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഒരു നിസ്കാരം 1000-ലധികം നിസ്കാരത്തിനേക്കാളും പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. 1000-ലധികം. ചില ആളുകൾ പറയും ഒരു നിസ്കാരം 1000 നിസ്കാരം. അല്ല, 1000-ലധികം, 1000-നേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ മസ്ജിദുൻ നബവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രത പറഞ്ഞു തന്നു. മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ നിസ്കരിക്കുകയാണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ 1,00,000-ൽ പരം പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്രകാരം മസ്ജിദുൽ അഖ്സയെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചാൽ എത്ര പ്രതിഫലം? എത്ര ഇരട്ടിയാണ്? അഹ്സൻത്, 250 ഇരട്ടിയാണ് പ്രതിഫലം നൽകപ്പെടുക മസ്ജിദുൽ അഖ്സയിൽ. ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. 250 ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ചില റിവായത്തുകളിൽ വ്യത്യസ്തമായി കാണാം. 250 എന്നുള്ളതാണ് ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച റിവായത്തിലും ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് തെരഞ്ഞെടുത്ത അഭിപ്രായവും ആ ഒരു അഭിപ്രായമാണ്. മസ്ജിദുൽ അഖ്സയിൽ
250 ഇരട്ടി നമുക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ സ്ഥലങ്ങളെ തെരഞ്ഞെടുക്കുകയും അതിന് പ്രത്യേകത നൽകുകയും ചെയ്തു. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അത് എന്തുകൊണ്ട് റബ്ബ് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഈ ഉലുൽ അസ്മിന് മാത്രം പ്രത്യേകത നൽകി എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് റബ്ബ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. അള്ളാഹു എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ഈ ശറഅ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിനെ നിനക്ക് മനസ്സിലാക്കി തരാൻ നിനക്ക് നിന്റെ ബുദ്ധിയെ ഉപയോഗിക്കാം. പക്ഷേ ശറഇലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിന്റെ ബുദ്ധിയെ നമുക്കിന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ശറഇന് മുമ്പിൽ നീ പണയം വെക്കുക. നിനക്ക് വിയോജിപ്പുണ്ടാകാം, അല്ലെങ്കിൽ നിനക്ക് ഇതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയാം. പക്ഷേ നിന്റെ ബുദ്ധിക്ക് സ്ഥാനം നൽകിക്കൊണ്ട് ദീനിനെ തള്ളാൻ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അധികം പ്രവാചകന്മാരിൽ നിന്ന് ഈ 5 ആളുകളെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് എതിരഭിപ്രായം പറയാൻ ഒരു അവകാശമില്ല. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖള അല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു വിശ്വാസി ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതെന്തേ അങ്ങനെ എന്ന് ചോദിക്കാനുള്ള അവകാശമില്ല. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതിൽ അള്ളാഹു തെരഞ്ഞെടുക്കുന്നു. നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇതെന്റെ വണ്ടിയാണ്, എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും. എന്റെ വീടാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. അപ്രകാരം ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. ഫഅാലുൻ ലിമാ യുരീദ്. അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവൻ ഉദ്ദേശിക്കുന്നതിന് മഹത്വം നൽകിയത് ധാരാളമായി ശറഇൽ നമുക്ക് കാണാം. ഒരർത്ഥത്തിൽ നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മെ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. നാം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് ഈ ഒരു മജ്ലിസിന് വേണ്ടി, അല്ലെങ്കിൽ ദീനിന്റെ മജാലിസുകളിൽ ഇരിക്കാൻ. നമ്മുടെ സമപ്രായത്തിലുള്ള എത്ര ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുള്ളവർ, നമുക്കറിയുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർ. അവരുടെ ഈ പ്രായം ഹറാമായ കാര്യങ്ങളിൽ ചെലവഴിക്കുമ്പോൾ നിങ്ങളിതാ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാൻ നിങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് അധിക സഹോദരങ്ങളും മദീനയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഇന്ന് അവധി ലഭിച്ചപ്പോൾ ബാക്കിയുള്ള ആളുകൾ അവരുടേതായ വിനോദങ്ങളിലും മറ്റും സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളിതാ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച ഈ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകൻ ജീവിച്ച, സഹാബികൾ ജീവിച്ച ഈ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വന്നു. എത്ര വലിയ ഫضലാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. ഈ മസ്ജിദിൽ നിങ്ങൾ വരുന്നു, നിസ്കരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്, നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിന് അള്ളാഹു നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഈ അവസരം നിങ്ങൾക്ക് ഒരുക്കി തന്നതിന്, അള്ളാഹുവിന്റെ ദീന് കേൾക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ, ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് വ്യാപിപ്പിച്ചത്. ഈ നാട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തേക്കും ദാഇമാരെ നിയോഗിച്ചത്. ഈ നാട്ടിൽ നിന്നാണ്. ആ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കൂടാൻ, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്നതാണ്. ഒരു വശത്ത്, മറുവശത്ത് റബ്ബിനെ എത്രത്തോളം നാം ശുക്ർ ചെയ്യുന്നു എന്നൊരു ചിന്ത കൂടി നമുക്ക് വേണം. അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു, ഇനി ഇതങ്ങോട്ട് നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അർഹിക്കുന്ന നിലയിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, അള്ളാഹു ഇത്തരത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു കാര്യമാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത്. റമളാൻ മാസത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു ഫളലാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറഞ്ഞതായി കാണാം, റമളാൻ മാസം ഒരുവന് ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയാൽ അത് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. നാം ഓരോരുത്തരും ധാരാളം ദർസുകൾ കേൾക്കുന്നവരാണ്, ഉലമാക്കളുടെ സദസ്സുകളിൽ ഇരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കുക, എത്രയെത്ര റമളാനുകൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഏതൊരുവനാണ് ഇന്ന് വരെ
റമദാനിനെ നല്ല നിലയിൽ വരവേൽക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇമാം യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അബൂ നുഐം അൽ അസ്ബഹാനി അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്നത് പോലെ അവർ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ സല്ലിം ലി റമദാൻ, അല്ലാഹുവേ എനിക്ക് റമദാനിലേക്ക് നീ എത്തിച്ചു തരണം, അല്ലെങ്കിൽ റമദാനിനെ എനിക്ക് നീ നൽകണം എന്ന് സലഫുകൾ ദുആ ചെയ്യാറുണ്ട്. ഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ മുഅല്ല ഇബ്നു അസദ് മുഅല്ല ഇബ്നുൽ ഫളൽ റഹിമഹുല്ലാഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, 6 മാസത്തോളം സലഫുകൾ ദുആ ചെയ്യും. 6 മാസക്കാലം റമദാനിലേക്ക് ഒന്ന് എത്തിച്ചു തരണം, റമദാനിലേക്ക് എത്തിച്ചു തരണം. എന്റെ പ്രിയപ്പെട്ടവർ, നാം ഒന്ന് ചിന്തിക്കുക, എത്ര റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഏതൊരു വ്യക്തിക്കാണ് ഇന്ന് വരെ ഈ റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഈ റമദാൻ എന്ന് പറഞ്ഞാൽ കേവലം നിങ്ങൾ ഇങ്ങനെ 30 ദിവസം നോമ്പനുഷ്ഠിച്ച് ജീവിക്കണം എന്നതല്ല അള്ളാഹുവിന്റെ നിർദ്ദേശം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ'. എത്ര ആളുകളാണ് നോമ്പനുഷ്ഠിക്കുന്നത്, അവർക്ക് ആകെ ബാക്കിയുള്ളത് അവർ വിശക്കുന്നു എന്നത് മാത്രമാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയല്ല അള്ളാഹു റമദാൻ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു റമദാൻ അള്ളാഹുവിന് ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അവൻ ഈ ഭക്ഷണപാനീയം ഒഴിവാക്കാൻ അള്ളാഹു ആവശ്യക്കാരനല്ല. നമ്മൾ ഇങ്ങനെ വിശന്നിട്ടും ദാഹിച്ചിട്ടും ഇരുന്നുകൊണ്ട് അള്ളാഹുവിന് എന്ത് നേട്ടമാണ്? ഒരു നേട്ടവുമില്ല. മറിച്ച് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന് മഹത്വം നൽകുകയും ഈ മാസത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുകയും അള്ളാഹു നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം വെച്ച് തരികയും ചെയ്തു. ഈ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റണം, ഈ ലക്ഷ്യം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹായ ഹദീസുകളിൽ, ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഗിമ അൻഫു റജുൽ, ഒരുവൻ അള്ളാഹുവിൽ നിന്നുള്ള നാശമുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഹദീസുകൾ കേൾക്കുമ്പോൾ നമ്മോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് പോലെ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഗിമ അൻഫു റജുൽ, ഒരുവൻ അള്ളാഹുവിൽ നിന്നുള്ള നാശമുണ്ടാകട്ടെ, അവൻ നശിക്കട്ടെ. ആരാ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ തള്ളപ്പെടുമെന്ന് ഏതെങ്കിലും ഒരാൾ കരുതുന്നുണ്ടോ? റഗിമ അൻഫു റജുൽ, ഒരുവൻ നശിക്കട്ടെ. എന്താണ് അവന്റെ പ്രത്യേകത? അദ്റക റമളാൻ, അവന് റമളാൻ മാസത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. സുമ്മൻ സലഖ ഫലം യുഗ്ഫർ ലഹ്, ആ റമളാൻ മാസം അവനിൽ നിന്ന് കടന്നു പോകുമ്പോഴേക്ക് അവന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ അവന് സാധിച്ചില്ല എങ്കിൽ അവന് അള്ളാഹുവിൽ നിന്ന് നാശമുണ്ടാകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ മാസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി നോമ്പെടുത്ത് 30 ദിവസം നോമ്പെടുക്കണം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം പോകേണ്ടതല്ല. മറിച്ച് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ഒരു മാസത്തിൽ അള്ളാഹു നിങ്ങൾക്കൊരു ലക്ഷ്യം വെച്ച് തന്നിട്ടുണ്ട്. എന്റെ സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടാൻ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ, നന്മകളിൽ മുന്നേറാൻ. അതാണ് ഈ റമദാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടകളിലേക്ക് അയക്കുമ്പോൾ കുട്ടിയോട് പറയും, മോനെ ശ്രദ്ധിക്കണം, നീ കടയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പറയും, മോനെ ശ്രദ്ധിക്കണം, റോഡ് മുറിച്ച് കടക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആവർത്തിച്ച് മാതാപിതാക്കൾ കുട്ടികളോട് ഉണർത്തും. ഇപ്രകാരം ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അവനെ തഖ്വ ചെയ്ത് ജീവിക്കണം, അവനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഹറാമുകളിൽ നിങ്ങൾ പോകരുത്, നിങ്ങൾ തിന്മകളിലേക്ക് അടുക്കരുത്. സലഫുകൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല, മറിച്ച് ആരെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. ഒരു ഉമ്മ തന്റെ മകനോട് കടയിലേക്ക് വിടുന്ന തന്റെ മകനോട് പറയുന്നതിനേക്കാളും ആവർത്തിച്ച് കാരുണ്യത്തോടുകൂടി നമ്മുടെ റബ്ബ് നമ്മോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഇത് ആവർത്തിച്ച് പറയുന്നതിലുപരി നമ്മൾ പൊതുവെ പറയാറില്ലേ, ഇനി അവൻ നന്നാകുന്നില്ലെങ്കിൽ നന്നാകാൻ സാധ്യതയില്ല. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണ് റമദാൻ മാസം. കാരണം ബാക്കിയുള്ള മാസത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് തടസ്സമുള്ള പിശാചുണ്ട്, അത്തരത്തിലുള്ള പല തെറ്റുകളുമുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ എടുത്തു നീക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വസുഫിദത്തിശ് ശയാത്തീൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടും. പിശാചിന്റെ മനുഷ്യ ശരീരത്തിൽ
വലിയ നിലയിൽ സ്വാധീനം ചെലുത്താൻ ഈ റമദാൻ മാസം സാധിക്കുകയില്ല. നിങ്ങൾക്ക് പൊതുവെ ഈ തഖ്വ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് തടസ്സമാകുന്നത് ഈ പറയുന്ന പിശാചാണെങ്കിൽ, ഇതാ നിങ്ങൾക്ക് പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസം ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ്. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു ഇതാ തുറന്നു തന്നിരിക്കുന്നു. വഗുല്ലിഖത് അബ്വാബുൻ നീറാൻ, നരക കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടച്ചിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു തന്നു. പിശാചിനെ കെട്ടിയിട്ടു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തുറന്നു തന്നു, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചിട്ടു. ശേഷം നിങ്ങളുടെ മുമ്പിൽ ഒരു ലക്ഷ്യവും തന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി അഥവാ ഈ ഒരു മാസത്തെ കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ പാഠ്യപദ്ധതിയിൽ നാം പരാജയപ്പെട്ടു പോയാലോ, ഈ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുൽ, ഒരുവൻ അല്ലാഹുവിൽ നിന്നുള്ള നാശമുണ്ടാകട്ടെ, അവൻ നശിച്ചു പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ കാത്തിരിക്കുന്നത്. നാം എങ്ങാനും റമദാൻ മാസത്തിൽ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കെതിരിൽ നടത്തിയിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന റമദാൻ മാസം നല്ല നിലയിൽ ഉപയോഗിക്കാൻ നാം ശ്രമിക്കുക. ഒരുപക്ഷെ കഴിഞ്ഞ റമദാൻ മാസങ്ങളിൽ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്തായിരിക്കാം? നമ്മുടെ ഹൃദയം മലിനമായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, ഒരു അടിമ അഥവാ നമ്മളിൽ ഓരോരുത്തരും ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത പുള്ളി വെക്കും. ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബു, അവൻ ആ പാപങ്ങൾ സംഭവിച്ചയുടൻ എന്റെ റബ്ബിനെയല്ലേ ഞാൻ ധിക്കരിച്ചത്, എത്ര മോശപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തത്, അവന് ഖേദം വന്നു, അവൻ തൗബ ചെയ്തു, അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അവന്റെ ഹൃദയം ശുദ്ധിയായി. ഫൈന ആദ്, അവൻ തൗബ ചെയ്യാതെ വീണ്ടും ആ പാപം ചെയ്താൽ സീദ അലൈഹ ഹത്താ തഅലു ഖൽബ, അവന്റെ ഹൃദയം കറുത്ത പുള്ളികളാൽ നിറയും. പിന്നീട് എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ തെറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിൽ വരും, ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത് ജീവിതത്തിൽ? നമ്മൾ നിസ്കാരം വേണ്ടതുപോലെ നിസ്കരിക്കുന്നില്ല എങ്കിൽ അതൊരു തെറ്റാണ്. നമുക്ക് നമ്മുടെ ഉമ്മയോട് നല്ല നിലയിൽ നമ്മളൊന്ന് പെരുമാറുന്നില്ല എങ്കിൽ അത് തെറ്റാണ്. ഷേ എന്ന വാക്ക് നിന്റെ ഉമ്മയോട് നീ പറയുന്നുവെങ്കിൽ അത് നിന്റെ പാപമാണ്. ഇങ്ങനെ പാപങ്ങൾ ധാരാളമായി വർദ്ധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വദാലിക റാൻ അല്ലദീ ഖാല അല്ലാഹു അസ്സ വജൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അല്ലാഹു അവരുടെ മനസ്സുകൾക്ക് സീൽ വെച്ചിരിക്കുകയാണ്. എത്ര ഹദീസുകൾ കേട്ടാലും എത്ര ആയത്തുകൾ കേട്ടാലും ഇൽമിന്റെ മജ്‌ലിസുകളിൽ എത്ര തന്നെ ഇരുന്നാലും അവരുടെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു ആ ഹൃദയങ്ങൾക്ക് സീൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിസാരമായ കാര്യമല്ല. റബ്ബെങ്ങാനും നമ്മുടെ മനസ്സുകളിൽ സീൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ പ്രതീക്ഷ? നമ്മുടെ റബ്ബ് നമ്മെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ എന്തിനാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാം. റമദാൻ മാസം വരുന്നതിന് മുമ്പ് ഒന്നാമതായി നാം ചെയ്യേണ്ടത് തൗബ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. സമയത്തിന്റെ പരിമിതി കാരണം തൗബയുടെ നിബന്ധനകളും മറ്റുമൊന്നും പറയാൻ മുതിരുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗബയുമായി ബന്ധപ്പെട്ട എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നദമു തൗബ, നമ്മൾക്ക് ഖേദമുണ്ടാവണം. റബ്ബേ, എനിക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ, എനിക്ക് ഇത്തരത്തിലുള്ള പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാണ്. അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുക. നസൂഹായ തൗബ ചെയ്ത് നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങുക. ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മആലിമു തൻസീലിൽ പറയുന്നു, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബും ഉബയ്യ് ഇബ്നു കഅബും മുആദ് ഇബ്നു ജബലും റളിയല്ലാഹു അൻഹും അവർ പറയുന്നു, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അല്ലാ യഊദ ഇല ദംബ്, ഒരു വ്യക്തി തൗബ ചെയ്തതിനു ശേഷം ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക. ഏതുപോലെ? കമാ ലാ യഊദുൽ ലബനു ഇല അൽദറ, ഒരു പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറന്ന ശേഷം ആ പാല് തിരിച്ചതിലേക്ക് കയറ്റാൻ സാധിക്കാത്തതുപോലെ ഒരു കാരണവശാലും തെറ്റിലേക്ക് പോവുകയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ തൗബ ചെയ്യുക.
ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക, അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. റമദാൻ വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മാറിയിരുന്ന് രാത്രി നിസ്കാരങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദിന്റെ സമയം എഴുന്നേറ്റ് അള്ളാഹുവിനോട് നാം കരഞ്ഞ് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു നരകം നിഷിദ്ധമാക്കിയ കണ്ണുകളിൽ ഒരു കണ്ണ് റജുലുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന സഹോദരങ്ങളാണെങ്കിലും എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ രാത്രി നിസ്കാരങ്ങളിൽ തഹജ്ജുദ് നിസ്കാരങ്ങളിൽ സുജൂദിൽ കിടന്ന് തന്റെ റബ്ബിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്റെ റബ്ബിൽ നിന്ന് മഗ്ഫിറത്ത് ആഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനം എടുക്കുക, എന്റെ പാപങ്ങൾ ഞാൻ ശുദ്ധീകരിക്കും, എന്റെ മനസ്സിനെ ഞാൻ നന്നാക്കും, എന്റെ മനസ്സിന്റെ കറകളൊക്കെ ഞാൻ പരിപൂർണമായി മാറ്റും എന്നൊരു തീരുമാനം നാം ഓരോരുത്തരും എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശംസിൽ വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ തുടങ്ങിയ 7ഓളം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ തൊട്ട് സത്യം ചെയ്ത ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിങ്ങൾക്കറിയാം, ഖുർആനിൽ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുക. അല്ലാഹു ഇതൊക്കെ സത്യം ചെയ്തതിനു ശേഷം അല്ലാഹു പറയുന്നു, മനസ്സിനെ ശരീരത്തെ ശുദ്ധീകരിച്ചവൻ, അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. കാരണം അത് ശുദ്ധിയാക്കുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, അത് ശുദ്ധിയാക്കാത്തവൻ, മനസ്സ് മലിനമായവൻ, അവൻ പരാജിതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റമദാനിന്റെ മുമ്പ് ഇതൊരു കേവലം ഒരു ക്ലാസ് കേട്ട് ക്ലാസ്സോടുകൂടി തീരുന്ന ഒന്നാവാതെ റമദാനിന് മുമ്പ് ഒരു സമയം മാറ്റിവെച്ച് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക, നമ്മുടെ പാപക്കറകൾ കഴുകി ശുദ്ധീകരിക്കുക. അള്ളാഹുവിന്റെ നല്ല അടിമയാവണം എനിക്ക് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഈ റമദാനിനെ നാം വരവേൽക്കുക. അപ്പോൾ ഒന്നാമത് നാം ചെയ്യേണ്ടത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർദ്ധിപ്പിക്കാറുള്ള ദുആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഒരു ദുആ നമ്മുടെ ദുആകളിൽ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ഇത് പറയുക. അള്ളാഹുവെ, എന്റെ ശരീരത്തെ നീ ശുദ്ധീകരിക്കണം, എന്റെ മനസ്സിന് നീ തഖ്വ നൽകണം. റബ്ബേ, നീയല്ലാതെ വേറെ ഒരാൾക്കും അതിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ധാരാളമായി നമ്മൾ പറയുക. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുക. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ, നാം ഈ ചെയ്യുന്ന പാപങ്ങൾ നിസാരമായി കാണാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസി പാപങ്ങളെ സമീപിക്കുന്നത് ഒരു മലയിടുക്കിൽ അവൻ ഇരിക്കുന്നത് പോലെയാണ്. ആ മല അവന്റെ തലയിലേക്ക് വീണാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അത്രയും ഭയപ്പാടോടുകൂടിയാണ് ഒരു വിശ്വാസി തെറ്റുകളെ നോക്കിക്കാണുക. എന്നാൽ ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം കഅന്ന ദുബാബ മറ അലാ അൻഫി, അവന്റെ മൂക്കിന് അരികിലൂടെ ഒരു ഈച്ച പാറിപ്പോയാൽ അവൻ എന്താണ് ചെയ്യുക? ഹദീസിൽ കാണാം, ഫഖാല ബിയദിഹി ഹകദ, അവൻ അവന്റെ കൈ കൊണ്ടൊന്ന് തട്ടിമാറ്റിയതുപോലെയാണ് ഒരു ഫാജിറായ വ്യക്തി തെറ്റുകളെ നോക്കിക്കാണുക എന്ന് റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. നാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു കാര്യം വെച്ച് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് അളന്നു നോക്കുക. ഒരു പാപം നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ, ഉമ്മയോട് കയർത്തൊന്ന് സംസാരിച്ചാൽ, ഭാര്യയോട് അന്യായമായി നാം ഒന്ന് പെരുമാറിയാൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് അവർക്ക് നൽകേണ്ട ബാധ്യതകൾ നിറവേറ്റാതിരുന്നാൽ, നിസ്കാരത്തിൽ കുറവുകൾ വന്നാൽ, നിസ്കാരം ഖളാ ആകുന്ന സാഹചര്യം വന്നാൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഫാജിറിന്റെ അവസ്ഥയാണോ അതല്ല വിശ്വാസിയുടെ അവസ്ഥയാണോ? ഫാജിറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഈച്ച അവന്റെ മുന്നിൽ നിന്ന് പോയതുപോലെ അവൻ കൈകൊണ്ടൊന്ന് തട്ടിമാറ്റും, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വാസിക്ക് ഒരു പർവ്വതം അവന്റെ തലയിൽ വന്ന് വീണാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അത്രയും ഭയപ്പാടുണ്ടാകുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന് മുമ്പ് ഒന്നാമതായി നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈ മാസത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റാൻ ഞാനിതാ തയ്യാറാണ് റബ്ബേ എന്ന നിലയിൽ നാം ഈ റമദാൻ മാസത്തെ വരവേൽക്കാൻ തയ്യാറാവുക. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഇതൊരു സംസാരത്തിന്റെ നിലയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കുന്ന എന്ന നിലയിൽ കേട്ടൊഴിവാക്കരുത്. മറിച്ച് നിങ്ങൾ ഇത് ചെയ്യണം, തൗബ ചെയ്യണം.
തൗബ ചെയ്യണം. തൗബ പിന്തിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. തൗബ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. തൗബ ചെയ്യുക എന്ന് പറയുന്നത് ഇബാദത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിർബന്ധമായി നിങ്ങൾ ഇത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നാം നമ്മെക്കുറിച്ച് ആത്മവിചാരണ നടത്തുക. എന്റെ അവസ്ഥ എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാനിൽ പറയുന്നു, ആത്മവിചാരണ ചെയ്യുമ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫറായിളുകൾ, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ബാധ്യതകളിൽ നാം എത്രമാത്രം ബോധമുള്ളവരാണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒന്നാമതായി നാം എടുക്കുക നമ്മുടെ നിസ്കാരം. എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഓരോരുത്തർക്കും അറിയാലോ. സഹാബികളെ പോലെയാണോ ഞാൻ നിസ്കരിക്കാറുള്ളത്? അതല്ല, വെറുതെ ഒരു ബാധ്യത തീർക്കാനുള്ള നിസ്കാരമാണോ എന്റേത്? നാം ചിന്തിക്കുക. രണ്ടാമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക. ഇന്ന് ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഹറാമായ കാര്യങ്ങൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാവ് കൊണ്ടുള്ള ഫിത്ന. നമ്മുടെ നാവ് കൊണ്ടുള്ള ഫിത്ന, പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കുക. വല്ലാഹി അത് അമലുകളെ നശിപ്പിച്ചു കളയും. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കും ഇമാം ബസ്സാറും ഒക്കെ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ കല്ല് വെച്ച് നിൽക്കുന്നത് കണ്ടു. കല്ല് വെച്ചുകൊണ്ട് അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗാവകാശിയാണ്. ആ അബൂബക്കർ വായിൽ കല്ല് വെച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്തിനാണ് വായിൽ കല്ല് വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, ഇതാണ് എന്നെ നശിപ്പിക്കുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. നാം എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഒരിക്കൽ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നു. അദ്ദേഹം രോഗമായി കിടക്കുകയാണ്. അദ്ദേഹം മരണാസന്നമായി കിടക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. ഇമാം ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഅയിലും ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലൊക്കെ ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ അബൂ ദുജാനയോട് ചോദിച്ചു, താങ്കൾ മരണാസന്നമായ സമയത്തും താങ്കളുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ സാധിക്കും. താങ്കൾ പുഞ്ചിരിച്ചിട്ടാണുള്ളത്. താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? താങ്കൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന അമലുകൾ ഏതാണ്? അദ്ദേഹം പറഞ്ഞു, 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല. എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കുകയില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും. രണ്ടാമത്തേത്, എനിക്ക് ഒരു വിശ്വാസിയോടും മനസ്സിൽ വെറുപ്പില്ല. ഒരു വിശ്വാസിയോടും എനിക്ക് മനസ്സിൽ വെറുപ്പില്ല. എല്ലാവരോടും എന്റെ മനസ്സ് ക്ലിയറാണ്. ഈ 2 കാര്യങ്ങളിലാണ് എനിക്ക് പ്രതീക്ഷ എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഅയിൽ ഉദ്ധരിക്കുന്ന ആധാറുകളിൽ നമുക്ക് കാണാം. ഒരിക്കൽ ആസിം ഇബ്നു അബി നജൂദ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഒരിക്കൽ അബൂ വാഇൽ ഷഖീഖ് ഇബ്നു സലമയുടെ കൂടെയായിരുന്നു. കുറച്ചു കാലം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ചു. മാ സബ്ബ അബൂ വാഇൽ ഇൻസാനൻ ഖത്ത് വല ഹയവാനൻ, ഒരു ജീവിയെ, ഒരു മനുഷ്യനെ പോയിട്ട് ഒരു മൃഗത്തെ പോലും അബൂ വാഇൽ ഷഖീഖ് ഇബ്നു സലമ താബിഈ പണ്ഡിതൻ, അദ്ദേഹം ചീത്ത വിളിക്കാറില്ലായിരുന്നു, അല്ലെങ്കിൽ ചീത്ത പറയാറില്ലായിരുന്നു എന്ന് ആസിം ഇബ്നു അബി നജൂദ് റഹിമഹുല്ലാഹ് പറയുന്നതായി ഇമാം ദഹബി സിയറു അലാം നുബലായിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ്, അബൂ ദുജാന, ഷഖീഖ് ഇബ്നു സലമ, ഇത്തരത്തിലുള്ള നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, അവരവരുടെ നാവിനെ നിയന്ത്രിച്ചു. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു. എന്റെ സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ ഒരു നസീഹത്ത് നിങ്ങൾ സ്വീകരിക്കണം. ആവശ്യമുള്ളതിൽ മാത്രം നാം സംസാരിക്കുക. അന്യായമായി ഒരാളുടെ വിഷയത്തിലും സംസാരിക്കാതിരിക്കുക. നമ്മെ ഇങ്ങോട്ട് തെറി വിളിച്ചു, നമ്മെ ചീത്ത പറഞ്ഞു, നമ്മൾ തിരിച്ചും പറയാ, അല്ല, മിണ്ടാതിരിക്കുക. നമ്മൾ മിണ്ടാതിരിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്യാറുള്ളത് പോലെ ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് പറയും, ഇന്നാളെ നിങ്ങൾ ചീത്ത വിളിക്കണ്ട. അദ്ദേഹം പറയും, വിളിച്ചോട്ടെ. അതല്ല എങ്കിൽ എല്ലാവരോടും പ്രതികരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയിൽപ്പെട്ടതല്ല. അവർ അവരുടെ അമലുകൾ നമുക്ക് തരുന്നുവെങ്കിൽ എന്തിനാണ് നാം തിരിച്ചങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിയന്ത്രിക്കുക. ഞാൻ പൊതുവെ നമ്മുടെ സഹോദരങ്ങളോട് പറയാറുണ്ട്, ഒരു കാരണവശാലും ഇന്ന് പലരും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും എന്താ തെളിവ് പറയുക? ദീനിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോകളെ ചീത്ത വിളിച്ചാൽ നമ്മൾ തിരിച്ചു പറയും. അതിന്റെ ആവശ്യമില്ല. അവർ പറഞ്ഞോട്ടെ, പറയുന്നവർ പറയട്ടെ. അവർക്ക് എന്താണോ പറയാനുള്ളത് അവരത് പറയട്ടെ. ദഅവത്തിനെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. കളവ് പറഞ്ഞ് അവരുടെ മാർഗം എങ്ങനെയെങ്കിലും വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് വളർത്തട്ടെ. തിരിച്ചതുപോലെ നാം ചെയ്യാൻ നിന്നാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിയന്ത്രിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, ഇതാണ് എന്നെ നശിപ്പിക്കുന്നത്, ഇതാണ് എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു.
ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വഹൽ യകുബ്ബു الناس في النار على وجوههم او على مناخرهم الا حصائد ألسنتهم. ജനങ്ങളെ നാളെ നരകത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരപ്പെടാൻ കാരണമാകുന്നത് അവരുടെ നാവല്ലാതെ മറ്റെന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഇന്നൽ അബ്ദ ല യതകല്ലമു ബികലിമത്തിൻ മിൻ സഖത്തില്ലാഹ്. ചിലപ്പോൾ ചില ആളുകൾ അള്ളാഹുവിന്റെ കോപം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറയും. ലാ യുൽഖി ലഹാ ബാലൻ. അവൻ സംസാരത്തിൽ പറഞ്ഞൊരു വാക്കാണ്, ചെറിയ കാര്യമായിരിക്കും അവന്റെ കാഴ്ചപ്പാടിൽ. തഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങൾ നിസാരമെന്ന് കരുതുന്ന കാര്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ വലിയ വിഷയമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മോട് ദ്രോഹിക്കുന്നവരാണെങ്കിൽ പോലും അള്ളാഹു പറയുന്നത് പോലെ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗത്തിന് നിങ്ങളോട് ശത്രുതയുണ്ടെന്ന് കരുതി നിങ്ങൾ അനീതി കാണിക്കരുത്. വഅദിലു, നിങ്ങൾ നീതി കാണിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. നിങ്ങളോട് ദ്രോഹം കാട്ടിയാൽ അതേപോലെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണെങ്കിലും പരിധി വിട്ടുപോകരുത്. അത് തന്നെ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നിങ്ങളോട് ദ്രോഹം കാണിച്ചാൽ അതുപോലെ തിരിച്ചു ചെയ്യാം. പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നിങ്ങൾക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളുടെ വിഷയത്തിൽ, ആയിഷയുടെ വിഷയത്തിൽ അപരാധം പറഞ്ഞ ആളുകൾ, വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ ആരോപിച്ച ആളുകൾ, അവർക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകുന്ന സഹായം നിർത്തി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ആയത്തുകളൊക്കെ ഇറക്കി മാപ്പൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അല്ലാഹു പറയുന്നു, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക. ഒരു കാരണവശാലും അന്യായമായി നമ്മൾ സംസാരിക്കരുത്. നമ്മെ കുറിച്ച് ആളുകൾ കളവ് പറഞ്ഞാൽ, നമ്മുടെ ദഅവത്തിനെ കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞാൽ, നമ്മുടെ ദഅവത്തിനെ കുറിച്ച് ആളുകൾ കളിയാക്കിയാൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കൂ അതൊക്കെ അവർ ചെയ്തുകൊള്ളട്ടെ. വഇൻദല്ലാഹി തജ്തമിഉൽ ഖുസൂമു. റബ്ബിന്റെ മുന്നിലെത്തിയാൽ അവിടെ ഒരു വിചാരണ വരാനുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്ത് പറഞ്ഞാലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കും. എന്തൊക്കെ പറഞ്ഞാലും അത് രേഖപ്പെടുത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. അല്ലാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരോ സഹോദരങ്ങളും റബ്ബിന്റെ മുന്നിൽ നിൽക്കണം. ഫയുകല്ലിമുഹു, അല്ലാഹു അവരോട് സംസാരിക്കും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ, അതിനിടയിൽ ഒരു മധ്യസ്ഥനില്ല, പരിഭാഷകനില്ല. നേരിട്ട് റബ്ബ് നമ്മോട് ചോദിക്കും, നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ, നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ, നിന്റെ നാവ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വായക്ക് അള്ളാഹു സീൽ വെക്കും, കൈകൾ സംസാരിക്കും. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും, നമ്മുടെ കാലുകൾ സാക്ഷ്യം പറയും, കൈകൾ സംസാരിക്കും. റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരു കാരണവശാലും അന്യായമായി സംസാരിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത്, ഒന്നാമത്തേത്, നിങ്ങൾ തൗബ ചെയ്ത് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുക. സ്വയം ആത്മവിചാരണ നടത്താൻ നാം തയ്യാറാവുക. നമ്മുടെ ന്യൂനതകൾ ശരിയാക്കാൻ നാം ശ്രമിക്കുക. നമ്മുടെ തെറ്റുകൾ നന്നാക്കാൻ നാം ശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ കിതാബ് സുഹുദിൽ ഉദ്ധരിച്ചതായി കാണാം, യുബ്സിറു അഹദുകുമുൽ ഖദാത ഫീ ഐനി അഖീഹി വലാ യുബ്സിറുൽ ജലഅ ഫീ ഐനിഹി മുഅ്തരിള. തന്റെ സഹോദരന്റെ കണ്ണിലുള്ള കരടുകൾ കാണാൻ പലർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ സ്വന്തം കണ്ണിലുള്ള വലിയ മടലുകൾ കാണുക, അല്ലെങ്കിൽ അവരത് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ ആക്ഷേപിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ അമലുകളെ ശുദ്ധീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ഭാവിയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ ഇതൊക്കെ നാം മറുപടി പറയേണ്ടി വരുമെന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. അവസാനമായി ഉണർത്താനുള്ള ഒരു കാര്യം, ഈ റമദാൻ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തൗബ ചെയ്ത് നമ്മുടെ അമലുകളൊക്കെ നന്നാക്കി, നമ്മുടെ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച്, ഹൃദയങ്ങളൊക്കെ നന്നാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാനിതാ നിറവേറ്റും എന്നൊരു ബോധ്യത്തിൽ നാം റമദാനിലേക്ക് പ്രവേശിക്കുകയും റമദാനിനെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരങ്ങളെ കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്, എനിക്ക് കൺകുളിർമയുണ്ടാകുന്നത് എന്റെ നിസ്കാരത്തിലാണ്. ഇമാം ഇസ്മാഈൽ അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയും, ഖും യാ ബിലാൽ അരിഹ്നാ ബിസ്സലാഹ്, നമുക്ക് നിസ്കരിച്ച് ഇഖാമത്ത് കൊടുക്കുക ബിലാലെ, നമുക്ക് നിസ്കാരത്തിൽ സമാധാനം ഉണ്ടാകും എന്നൊക്കെ നമ്മളിങ്ങനെ ചരിത്രങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് നമുക്ക് അതിലുള്ള പാഠം എന്താ? പലരും ഉൾക്കൊള്ളുന്ന പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. അത് വലിയ പാഠമാണ്. അതോടൊപ്പം അതിൽ മറ്റൊരു പാഠമുണ്ട്. ഈ ഇബാദത്തുകളെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കരിക്കാൻ നിന്നാൽ അതിൽ കൺകുളിർമയാണ്. കൺകുളിർമ ലഭിക്കും. നിസ്കരിക്കാൻ രണ്ട് റക്അത്ത് അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ തന്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഇറക്കി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു. സലഫുകളുടെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവർ നിസ്കാരത്തിലേക്ക് മടങ്ങും. ഒരിക്കൽ ദാത്തുൽ റിഖാ യുദ്ധം കഴിഞ്ഞ് സഹാബികൾ വരികയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് രാത്രിയിൽ ആരാണ് മുസ്ലിം സൈന്യത്തിന് കാവൽ നിൽക്കുക? എല്ലാവരും ഉറങ്ങും, 1-2 ആളുകളാണ് കാവൽ നിൽക്കുക. ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ, ഞാൻ കാവൽ നിൽക്കാം. അങ്ങനെ അദ്ദേഹം കാവൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, വെറുതെ സമയം കളയണ്ടാലോ, ഞാൻ നിസ്കരിച്ചു കളയാം. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ ദൂരെ നിന്ന് മുസ്ലിം സൈന്യത്തെ ലക്ഷ്യമാക്കി വരുന്ന ശത്രുക്കൾ അദ്ദേഹത്തെ കണ്ടു. എല്ലാവരും ഉറങ്ങുകയാണ്, അദ്ദേഹം നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. ആ ശത്രു അദ്ദേഹത്തിന് നേരെ അമ്പ് ചെയ്തു. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ചില റിവായത്തുകളിൽ അദ്ദേഹത്തിൽ നിന്ന് രക്തം ധാരയായി ഒഴുകാൻ തുടങ്ങി. ഷുറാഹുകൾ പറയുന്നു, ആ സഹാബിയുടെ പേര് അബ്ബാദ് ബിൻ ബിശ്ർ എന്നാണ്. അബ്ബാദ് ബിൻ ബിശ്ർ. അദ്ദേഹം ശരീരത്തിൽ നിന്ന് രക്തം വന്നെങ്കിലും നിസ്കാരം നിർത്താൻ താല്പര്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിസ്കരിച്ചു. നിസ്കാരത്തിൽ മാധുര്യം കണ്ടെത്തി അദ്ദേഹം. പിന്നെ അദ്ദേഹം എങ്ങാനും കൊല്ലപ്പെട്ടാൽ തന്റെ പിറകിൽ ഈ സൈന്യം അത്രയും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം നിസ്കാരം പെട്ടെന്ന് സൂറത്ത് പൂർത്തീകരിച്ചു നിർത്തി. അദ്ദേഹത്തോട് പിന്നീട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഖുർആൻ പാരായണം നിർത്താൻ എന്റെ മനസ്സിന് അനുവദിച്ചിട്ടില്ല. ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുമ്പോഴും ആ സഹാബികളുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമ്മൾ പൊതുവെ പറയാറുള്ളത് എന്തിനാ? സഹാബത്തിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയും, നമ്മുടെ മുൻഗാമികളാണ് അവരെന്ന് പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല. വാസ്തവത്തിൽ ഈ ഹദീസുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്താ? നമ്മൾ കേൾക്കുന്നത് പ്രവാചകൻ നമ്മോട് പറഞ്ഞു, ഹദീസിന്റെ കിതാബുകളിലുണ്ട്. വാസ്തവത്തിൽ ഹദീസിന്റെ യാഥാർത്ഥ്യം യഹ്യ ബിൻ ബുക്കൈർ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം ഒരിക്കൽ അബൂ സുറഅ റാസിയോട് പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ അബൂ സുറഅയോട് പറഞ്ഞൊരു വാക്ക്, ലൈസ ദാ സഅസഅത്തിൻ അൻ സൗബഅ. ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസിന്റെ കിതാബുകളിലുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല. വഇന്നമാ തർഫഉ സിത്ര വതൻദുറു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി. ഈ ഹദീസുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെയാണ് ഈ ഹദീസുകൾ നിങ്ങൾ കേൾക്കുന്നത് എന്ന് യഹ്യ ബിൻ ബുക്കൈർ റഹിമഹുല്ലാ അബൂ സുറഅ റാസിയോട് പറഞ്ഞതായി ഇമാം ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ലി അഖ്ലാഖ് റാവി വആദാബ് അസ്-സാമിഅ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. നിങ്ങൾ ഇന്ന് പ്രവാചകന്റെ മജ്ലിസിൽ കയറി ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നു, ഇന്ന വിധിയാണ്, ഇന്നതാണ് ഹദീസ്, ഇന്നതാണ് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നത്, ആ നിലയിലാണ് നിങ്ങൾ ഈ ഹദീസുകൾ കേൾക്കുന്നത് എന്ന് അബൂ സുറഅ റാസിയോട് യഹ്യ ബിൻ ബുക്കൈർ റഹിമഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാം. അത്രയും സൂക്ഷ്മമായി നമ്മളിലേക്ക് ഹദീസുകൾ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് ഈ ഹദീസുകൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരാൾക്കും ഒരു അക്ഷരം പോലും കയറ്റാൻ അതിൽ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഹാറൂൻ റഷീദ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ധാരാളം ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. അദ്ദേഹത്തെ ഹാറൂൻ റഷീദ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ശേഷം കൊല്ലാൻ തീരുമാനിച്ചു. ആ വ്യക്തി പറഞ്ഞു, താങ്കൾ എന്നെ കൊന്നാൽ ഞാൻ ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച 4000-ഓളം ഹദീസുകൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേർതിരിക്കാൻ സാധിക്കുക? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യാ അദു അല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവെ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഫഇന്നഹുമാ യദ്ഖുലാനിഹി ഹർഫൻ ഹർഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു വാക്ക് നീ ഉണ്ടാക്കിയാൽ അത് വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലാണോ നീ ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ഹദീസ് നാം കേൾക്കുമ്പോൾ ഇബ്നു ഹുവൈസ് മൻദാദ് റഹിമഹുല്ലാ ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചതുപോലെ, അബുൽ വലീദ് അൽ ബാജി ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിച്ചതുപോലെ ഒരു ഹദീസ് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ പ്രവാചകന്റെ സദസ്സിലിരുന്ന് നാം ആ ഹദീസുകൾ കേൾക്കുന്നത് പോലെയാണ്. പ്രവാചകന്റെ വഹി വരുന്നു, 7 ആകാശത്തിന് മുകളിൽ നിന്ന് വഹി ലഭിക്കുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അത് അന്ന് കേട്ട ആ സഹാബികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടായെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമുക്ക് പരിവർത്തനമില്ല എങ്കിൽ നാമും അവരും ആഗ്രഹിക്കുന്ന സ്വർഗം ഏതാണോ എന്നതിൽ നാം ഒന്ന് ചിന്തിക്കുക. അവരുടെ സ്വർഗമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അവരുടെ സ്വർഗമാണോ പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കുന്നത്? ആ സഹാബികളുള്ള സ്വർഗം?
ആ സ്വഹാബികളുള്ള സ്വർഗമാണോ നാം ആഗ്രഹിക്കുന്നത്? എങ്ങനെ നമുക്ക് ലഭിക്കാനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളോടുള്ള നമ്മുടെ സമീപനം നന്നാക്കുക. നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങളുടെ മുമ്പിൽ വേണം. ഒരു ഹദീസ് നിങ്ങൾ കേട്ടാൽ, നിങ്ങളൊരു വിഷയത്തിൽ നിങ്ങളൊരു കച്ചവടം ചെയ്യാൻ പോകുന്നു, ഇപ്പോൾ നിങ്ങളോട് പറയപ്പെട്ടു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഇന്നമാ തർഫഉ സിത്ർ വതൻദുറു ഇല നബി, നിന്റെ മുമ്പിലുള്ള മറ നീക്കിയപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന നിലയിൽ നീ ആ ഹദീസിനെ സമീപിക്കുക. പ്രവാചകൻ അതിനോട് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലുകൾ നന്നാക്കുക, പ്രവാചകന്റെ ഹദീസുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, നമ്മുടെ ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. ഈ റമദാൻ മാസത്തിൽ കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അടുക്കുക. ഇതാണ് പ്രധാനമായും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. സമയം കുറവായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. റമദാൻ മാസത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, സദഖകൾ വർദ്ധിപ്പിക്കുക, കഴിവിന്റെ പരമാവധി മസ്ജിദുകളിലിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാം. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് അല്ലാഹുവിന്റെ മസ്ജിദുകളാണ്. ഇമാം അബ്ദുറഹ്മാൻ അൽ മുസനി റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറയാറുണ്ട്, കുന്നാ നതഹദ്ദസ്, ഞങ്ങൾ താബിഈങ്ങൾക്കിടയിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട്, അന്നൽ മസാജിദ ഹിസ്നുൻ ഹസീനുൻ മിനശ് ശൈത്താൻ, മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ അത് പിശാചിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുന്ന വലിയൊരു കോട്ടയാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മസ്ജിദുകളിൽ റമദാൻ മാസത്തിൽ സമയം ചെലവഴിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ഖുർആൻ കേൾക്കുന്നത് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് പറഞ്ഞു നിർത്താം. അദ്ദേഹം പറയാറുണ്ട്, ഇർതഹലത്തിദ് ദുനിയ മുഖ്ബില വർതഹലത്തിൽ ആഖിറതു മുദ്ബിറ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ فكونوا من أبناء الدنيا ولا تكونوا من أبناء الآخرة ولا تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل. ദുനിയാവ് നമ്മിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ദിവസവും ആഖിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന് ചില ആളുകളുണ്ട്, ആഖിറത്തിനും ചില ആളുകളുണ്ട്. നിങ്ങൾ ആഖിറത്തിന്റെ ആളുകളാകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം അറിയുക, ഇന്ന് നിങ്ങൾക്ക് അമലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ട്. ബിഇദ്നില്ലാഹ് റമദാൻ മാസത്തിലേക്ക് നാം ജീവിച്ചാൽ നമുക്ക് പാപങ്ങൾ ശുദ്ധീകരിക്കാനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നാളെ വിചാരണക്ക് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാം. അത് നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ അബൂ ബർസത്ത് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടാതെ ഒരടി പോലും കാലം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അതിലൊന്ന് അൻഉംരിഹി ഫീമാ അഫ്നാ, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഓരോരോ സെക്കൻഡിനെ കുറിച്ചും പ്രിയപ്പെട്ടവരെ ചോദിക്കും. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ഏട് നൽകപ്പെടും, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതും ഒക്കെ അതിലുണ്ടാവും. നമ്മളിതിങ്ങനെ വാങ്ങിയിട്ട് പറയും, മാ ലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, എന്തൊരു കിതാബാണ്, ആരും കാണാതെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ. എന്റെ വീട്ടിൽ എന്റെ മക്കൾക്ക് ഹറാമ് ചെയ്യാനുള്ള സൗകര്യം ടി.വി. ഞാൻ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ, അവർക്ക് മ്യൂസിക്കുള്ള സംവിധാനങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തെങ്കിൽ, ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഒന്നും വിട്ടുപോകില്ല. ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ സാലിഹ്യങ്ങൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.